നമസ്തേ. ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങളുമായി പള്ളി നേർച്ച. പാലക്കാട് തൃത്താലയിൽ ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങളുമായി പള്ളി ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം പിടിച്ചുകൊണ്ട് തീവ്രവാദികൾ അഴിഞ്ഞാടിയത്. അതും കേരളത്തിൽ. തീവ്രവാദികളായ ഇസ്മായിൽ ഹനിയ, യഹ്യ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. തറവാടീസ് തെക്കേ ഭാഗം, മിന്നൽപ്പട തെക്കേ ഭാഗം എന്നീ ടീമുകളാണ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയത്. കേരളം തീവ്രവാദ കരങ്ങളിലെന്ന് അന്വേഷണ ഏജൻസികൾ എല്ലാം അലമുറയിട്ട് പറയുമ്പോഴും ഇവിടെ ഹിന്ദുവെന്ന മതേതരന്മാർ ഉറക്കം നടിക്കുന്നു. തൃത്താലപ്പള്ളി ഹുറൂസും ഹമാസ് തീവ്രവാദികളും തമ്മിലുള്ള ബന്ധമെന്ത്? 2015 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്താരാഷ്ട്ര ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ യഹ്യ സിൻവാർ, 2018 ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇസ്മായിൽ ഹനിയ തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് തൃത്താല നേർച്ചയിൽ ഉയർത്തിയത്. ഭീകരർ ഇവിടെയുമുണ്ട് എന്നതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? അഭിനവ മതേതരന്മാരായ NB രാജേഷിന്റെയും VD ബലരാമന്റെയും തട്ടകത്തിലാണ് ഈ തീവ്രവാദി വിളയാട്ടം എന്നോർക്കണം. ഫേസ്ബുക്കിൽ കിടന്ന് നാഴികയ്ക്ക് 40 വട്ടം കുരയ്ക്കുന്ന ബലരാമൻ ഇത് മിണ്ടില്ല, പോത്തും മിണ്ടില്ല. മിണ്ടിയാൽ ഇവന്മാരുടെയൊക്കെ അന്നമുട്ടും. നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കണേ ഇവന്റെയൊക്കെ വോട്ട് വേണം. ഇല്ലേൽ ഒരുത്തന് അനിയന്റെ കൂടെ സലാലയിൽ പെയിന്റ് എടുത്തു കൊടുക്കാനും മറ്റതിന് പടിഞ്ഞാറങ്ങടിയിൽ പാടത്ത് കളിക്കാനും പോകേണ്ടി വരും. അതുകൊണ്ട് മിണ്ടരുത്. എന്തായാലും തലയിൽ തൊപ്പിയും വെച്ച് ഒരു ഉളുപ്പുമില്ലാതെ അവിടെ പോയി നിന്ന കേരള പോലീസ് ഏമാന്മാരെ സമ്മതിക്കണം. ഇതൊക്കെ ഏതോ പ്രവാചകന്മാരാണെന്ന് വിചാരിച്ചു കാണും പിടുവിന്റെ പോലീസ് കോമാളികൾ. ഇവന്മാർക്കെതിരെയൊക്കെ ദേശദ്രോഹ കുറ്റം ചുമത്തി അങ്ങ് ഉള്ളിലിട്ടേക്കണം. എന്തായാലും ഇതിങ്ങനെ അങ്ങ് വിടാൻ വിശ്വഹിന്ദു പരിഷത്ത് ആലോചിക്കുന്നില്ല. വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയലിന്റെ വാക്കുകളിലേക്ക്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ നിരോധനത്തിന് ശേഷം ഒന്ന് അമർന്നു നിന്നിരുന്ന കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വീണ്ടും ശക്തമായ രീതിയിൽ കേരള സമൂഹത്തിൽ തലപൊക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് തൃത്താലയിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ ധൈര്യപൂർവ്വം പൊതുസമൂഹത്തിൽ ആനപ്പുറത്ത് എഴുന്നള്ളിക്കാൻ ആ ശക്തികൾ കാണിച്ചിട്ടുള്ള ധൈര്യത്തിന് പിന്നണിയിൽ പ്രവർത്തിച്ചത് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരാണെന്ന് വ്യക്തമാണ്. കാരണം എന്തു തോന്നിയവാസവും ഈ ഭാരത സമൂഹത്തിൽ കാണിച്ചാൽ അതിനെതിരെ കേരളത്തിലെ പോലീസ് സംവിധാനം പ്രതികരിക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്ര ധൈര്യപൂർവ്വമായിട്ട് ഈ ഹമാസ് തീവ്രവാദികളെ പിന്തുണച്ചുകൊണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ അഴിഞ്ഞാടിയത്. കേരളത്തിലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രകടമായ രീതിയിൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ അഴിഞ്ഞാടുന്നു എന്നതിൻ്റെ തെളിവുകൾ വ്യക്തമാണ്. ഓച്ചിറ ക്ഷേത്രത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അക്രമ സംഭവങ്ങൾ അതിൻ്റെ ഒരു സൂചന മാത്രമാണ്. ഇനിയും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായ രീതിയിൽ എതിർക്കാൻ തന്നെയാണ് വിശ്വഹിന്ദു പരിഷത്തും പരിവാർ സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിന് നിയമപരമായ നടപടികളുമായി വിശ്വഹിന്ദു പരിഷത്ത് മുന്നോട്ട് പോകുമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്.